ഇതിൽ കഥാപാത്രങ്ങളുടെ പേരൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് നെയിംസ് ആണ് അല്ലെ? സർബത്ത് ഷമീർ, അറക്കൽ അബു, ഷാജി പാപ്പ. എല്ലാവർക്കും ഒരു നിക്നെയിം ഉണ്ട്. അതെ, ഇത് എല്ലാവരും ഇപ്പൊ ഷാജി പാപ്പ. അതെ, അത് ആരാണ് ഈ കഥാപാത്രങ്ങൾ? ഇതിന്റെ പിന്നെ നമ്മളിങ്ങനെ മെയിൻ കഥാപാത്രങ്ങൾക്കെല്ലാം എഴുതിയിരിക്കുന്നത് മിഥുൻ തന്നെയാണ്. എന്റെ ഈവൻ ബീജയത്തിന്റെ നമ്മുടെ ലിറിക്സ് എഴുതിയിരിക്കുന്നതും സാത്താൻ സേവിയർ എല്ലാം ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള നെയിം ആണല്ലേ. ഭാവിയിൽ നമുക്കൊരു സ്പിൻ ഓഫ് പ്രതീക്ഷിക്കാവോ? പ്രതീക്ഷിക്കാം. എന്തായാലും ഇത് വൺ ലാസ്റ്റ് റൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആടിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരികയാണ്. അതിനുശേഷം സ്പിൻ ഓഫ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. ഒരുപാട് റൈറ്റേഴ്സ് എഴുതുമ്പോൾ ഈ കഥാപാത്രത്തിന് നമ്മുടെ സ്ക്രിപ്റ്റിൽ ഉൾക്കൊള്ളിക്കാമോ എന്ന് ചോദിച്ചു. ഏത് കഥാപാത്രത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്പിൻ ഓഫിന് ചോദിച്ചിട്ടുണ്ടാവുക? അല്ല, അത് ഷാജി പാപ്പൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ അന്ന് ആട് 1 ഉം 2 ഉം ഉണ്ടായിരുന്നപ്പം അതിലുണ്ടായിരുന്ന ആക്ടേഴ്സിന്റെ റേഞ്ച് അല്ല ഇന്ന് അതേ ആക്ടേഴ്സ്. അവരെല്ലാം അവരുടേതായ രീതിയിൽ ഒരുപാട് വളരുകയും പല ഭാഷകളിൽ അഭിനയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും പേരെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. എക്സ്പെഷ്യലി നമുക്ക് 6, 7, 8 മാസം ഷൂട്ടിന് വേണ്ടി വരുമ്പോൾ പല കമ്മിറ്റ്മെന്റ്സ് അവർ മറ്റുള്ള സിനിമകളിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഇറ്റ്സ് നോട്ട് വെരി ഈസി ടു ബ്രിങ് ഓൾ ദീസ് പീപ്പിൾ ടുഗദർ. അതുകൊണ്ട് തന്നെ ഈ ആടിന്റെ സീരീസ് എന്ന് കഴിഞ്ഞാലും സ്പിൻ ഓഫിനുള്ള സാധ്യതകളുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും ഇപ്പം ദാമോദരൻ, ഉണ്ണിമകൻ, ദിൽമൻ, ഇടക്കുച്ചിക്ക് ദിൽമനായ കഥ വേണമെങ്കിൽ നമുക്ക് ആവാം. അല്ലെങ്കിൽ ഷാജി പാപ്പനും ടീമിനും വെച്ച് എവിടെ വേണേലും കൊണ്ടുപോയാലോ, വടം വലിക്കാൻ അമേരിക്കയിലും പോകാലോ. അപ്പം അതൊക്കെ അതിനുള്ള സ്കോപ്പ് ഉണ്ട്. വിൽ സി. എല്ലാം അതിന്റെ ഒരു പക്ഷെ അതിൽ ഒരുപാട് സീക്വൻസ്, അതായത് ലാസ്റ്റ് വന്ന് അപ്പോഴും നടുവേദനയ്ക്കുള്ള മരുന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ ഒരു കോമഡി എലമെന്റ് ആയിരിക്കും നമുക്ക് വീണ്ടും അത് പ്രതീക്ഷിക്കാവോ? ആടിന്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് തന്നെ ഹ്യൂമറാണ്. നമ്മൾ എന്ത് എപ്പിക് ഫാന്റസി പറയുമ്പോഴും ആ ഫ്ലേവർ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആട് പോകുന്നത്. അപ്പം ഒരു ഗിഗിൾ ചെയ്ത് പോവാം എന്നുള്ള രീതിയിലാണ്. അട്ടഹാസം ചിരി ഇടയ്ക്കിടയ്ക്ക് കിട്ടിയേക്കാം. പക്ഷെ നമ്മുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ആട് ഇറങ്ങുമ്പോൾ 20 വയസ്സുണ്ടായിരുന്ന ആൾക്ക് ഇന്ന് 30 വയസ്സാണ്. അന്ന് 30 വയസ്സുണ്ടായിരുന്ന ആൾക്ക് 40 ഉണ്ടായിരുന്നവർക്ക് 50. എന്നാൽ അപ്പം 5 വയസ്സുണ്ടായിരുന്ന കുട്ടി അന്ന് ചിലപ്പോൾ ആട് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അതിനുശേഷം 10, 12 വയസ്സായപ്പോൾ കുട്ടി കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് ആടിനെ ഫോളോ ചെയ്യുന്ന ഇത് ഒരു 10 വയസ്സിനും 60 വയസ്സും വരെയുള്ള ഓഡിയൻസ് ഒരേപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഇവരെ ഈ എല്ലാ ഏജ് ഗ്രൂപ്പിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമഡി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭയങ്കര ചലഞ്ച്. ഇപ്പൊ പടക്കളം ചെയ്യുമ്പോൾ അത് നമുക്ക് യൂത്ത് സെൻട്രിക് ഫിലിമാണ്. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇന്നത്തെ ജനറേഷൻ യൂസ് ചെയ്യുന്ന വാക്കുകൾ നമുക്ക് സ്കിബിഡി എന്നും മറ്റൊരു അങ്ങനെയുള്ള വാക്കുകൾ അതിലെടുക്കാൻ എളുപ്പമാണ്. അതേ സാധനം ആടിൽ വരുമ്പോൾ ചില ഓഡിയൻസിന് ചിലപ്പോൾ അത് മനസ്സിലായെന്ന് വരില്ല. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ആ പഴയ ഹ്യൂമറിന്റെ ഒരു ഫ്ലേവർ നിലനിർത്തിക്കൊണ്ട് പുതിയ ജനറേഷൻ അല്ലെങ്കിൽ OTT-യിലൂടെ എല്ലാ സിനിമകളും കാണുന്ന ഒരു ജനറേഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഹ്യൂമർ പറയാന്നുള്ളത് വലിയ ചലഞ്ചാണ്. പക്ഷെ പടക്കളും എല്ലാ ഫാമിലി ഓഡിയൻസും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? എല്ലാ സിനിമയ്ക്കും വർക്കാവുന്ന സിനിമകൾക്ക് നമ്മൾക്കൊരു പ്രൈമറി ഓഡിയൻസ് ഉണ്ടാവും. ആദ്യം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്രൈമറി ഓഡിയൻസ്, എസ്പെഷ്യലി അങ്ങനെയുള്ള നമ്മുടെ പ്രൈമറി ഓഡിയൻസ് യൂത്ത് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത് വർക്ക് ആയി കഴിയുമ്പോഴാണ് ഒരു സെക്കൻഡറി ഓഡിയൻസ് നമ്മൾ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മളത് മാർക്കറ്റ് ചെയ്യുമ്പോൾ പ്രൈമറി ഓഡിയൻസിലേക്കാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ആട് എന്ന് പറയുന്നത് പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സെക്ഷൻ ഇല്ല, അങ്ങനെ ഒരു TG ഇല്ല. ഞാൻ പറഞ്ഞില്ലേ 10 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ അതിന്റെ ഓഡിയൻസ് ആണ്. അപ്പൊ അതിന്റെ മാർക്കറ്റിംഗ് രീതിയിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വരും. അപ്പൊ ഈ വർക്കാവുന്ന സിനിമകളിൽ പ്രൈമറി ഓഡിയൻസ് കഴിഞ്ഞ് അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ആകുമ്പോഴാണ് സെക്ഷൻ ഓഫ് ദ സെക്കൻഡറി ഓഡിയൻസ് ഓൾസോ. അങ്ങനെ വരുമ്പോഴാണ് അത് സൂപ്പർ ഹിറ്റ് ആവുന്നത്. പടക്കളം അങ്ങനെ സക്സസ് ആവുന്ന വിചാരിച്ചിരുന്നു. നമ്മൾ ഏതെങ്കിലും സിനിമ സക്സസ് ആവില്ല എന്ന് പറഞ്ഞിട്ട് എടുക്കുമോ? അതില്ല. പക്ഷെ പടക്കളത്തില് ഒരു ഇല്ലുമിനാറ്റി കാര്യം പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും അതിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ലുമിനാറ്റിയിൽ ഇല്ല, അങ്ങനൊന്നുമില്ല. നമ്മള് ഒരു സിനിമ അതിന്റെ ഒരു എന്റർടൈൻമെന്റ് പോർഷനിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അല്ല, അപ്പൊ ആ സ്ക്രിപ്റ്റില് അങ്ങനെയാണ് എഴുതിയിരുന്നത്. സോ ഇല്ലുമിനാറ്റി കോൺസെപ്റ്റ് യൂസ് ചെയ്ത് പക്ഷെ വൻ ഹിറ്റായി. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും അതിനെ ഡിഗ് ചെയ്ത് പോയിട്ടുണ്ടോ? അതിനൊന്നും പോകാനുള്ള സമയമൊന്നും നമുക്കില്ല. നമ്മുടെ സിനിമേനെ അതിന്റെ സ്ക്രിപ്റ്റിലെ ഒരു എന്റർടൈൻമെന്റ് വാല്യൂലാണ്